അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രസവം സ്വപ്നം കണ്ടാൽ എന്തായിരിക്കും അതിൻ്റെ വ്യാഖ്യാനം? അത് ആൺകുട്ടിയാകുമ്പോഴും പെൺകുട്ടിയാകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും കേട്ടോ. ആൺകുട്ടിയെയാണോ പ്രസവിച്ച് കണ്ടത് അല്ലെങ്കിൽ പെൺകുട്ടിയെയാണോ പ്രസവിച്ച് കണ്ടത് ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനം മാറും. പ്രസവം എന്ന് പറയുമ്പോൾ സ്ത്രീകളുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് തന്നെ സ്ത്രീകൾ പ്രസവത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രസവത്തെ സ്വപ്നം കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരുപാട് വർഷങ്ങളായിട്ടും പ്രസവിക്കാത്ത ആളുകളുണ്ട് അല്ലേ, ഗർഭിണിയാവാത്ത സ്ത്രീകളൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള സ്ത്രീകൾക്ക് പെട്ടെന്ന് ഒരു കുട്ടിയെ കാണാനുള്ള ഭാഗ്യം നൽകട്ടെ. എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ എൻ്റെ വൈഫിൻ്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് ഇന്നലെ, അതായത് 2024 ജനുവരി 5 ഒരു സ്ത്രീ മരണപ്പെടുകയുണ്ടായി. 27 വയസ്സാണ്. 8 വർഷമായി കുട്ടിയൊന്നുമില്ലാതെ അവരെങ്ങനെ ജീവിക്കുന്നു. അങ്ങനെ ആറ്റുനോറ്റിട്ട കുട്ടി ഉണ്ടായി. പ്രസവം, ഗർഭിണിയായി കുട്ടിയെ പ്രസവിച്ചു. ഒരു ദിവസം കഴിഞ്ഞു. പക്ഷേ ആ കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയുടെ കണ്ണിൽ മഞ്ഞ നിറമായി. അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മഞ്ഞപ്പിത്താണ് എന്ന് പറഞ്ഞു. മഞ്ഞപ്പിത്തം കരളിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ആ സ്ത്രീയുടെ ബോധം പോയി. ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കടന്നു. 12 മണിക്കൂറാണ് ഡോക്ടർ പറഞ്ഞത്. 12 മണിക്കൂറിനുള്ളിൽ ആ സ്ത്രീ മരിക്കും എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിക്കണം. ഒരു കുട്ടിയെ 8 വർഷമായിട്ടും കുട്ടിയൊന്നുമില്ലാതെ ആറ്റുനോറ്റിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഗർഭിണിയാക്കി കുട്ടിയെ പ്രസവിച്ചു. അതിനുശേഷം ഈ സ്ത്രീ എന്തായി? മരണപ്പെടുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ അല്ലേ. വല്ലാത്ത അവസ്ഥയായിരിക്കും അത്. കുട്ടിയെ പ്രസവിച്ചതിന് ശേഷം കുട്ടിയെ ബാക്കിയാക്കിയിട്ട് ഉമ്മ പോകാമെന്ന് പറയുമ്പോൾ വല്ലാത്ത ഖേദകരം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കട്ടെ. കുട്ടിയില്ലാത്തവരൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല കുട്ടിയെ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ സഹോദരിയുടെ ഖബർ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശപൂരിതമാക്കി കൊടുക്കട്ടെ. സ്വർഗ്ഗത്തിൽ വിരിപ്പ് വിരിച്ചു കൊടുക്കട്ടെ. സ്വർഗ്ഗത്തിൽ പുതപ്പ് പുതപ്പിച്ചു കൊടുക്കട്ടെ. സ്വർഗ്ഗത്തിൽ വസ്ത്രം ധരിപ്പിച്ചു കൊടുക്കട്ടെ. എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ നായകൻ ഗുരു മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ആ തെറ്റുകളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ പ്രസവം സ്വപ്നം കണ്ടാൽ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിന് വ്യാഖ്യാനങ്ങൾ മാറും. പെൺകുട്ടിയെയാണ് പ്രസവിക്കുന്നവരെ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം സന്തോഷമുണ്ട് എന്നും, അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ദുഃഖമുണ്ട് എന്നൊക്കെയുണ്ട്. അങ്ങനെ 2 വ്യാഖ്യാനങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.